അഭിനവ് സുന്ദർ നായക്ക് സംവിധാനം ചെയ്ത് നസ്ലിൻ നായകനായി എത്തിയ മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിന്റെ റിലീസ് വിവരങ്ങളും ചിത്രീകരണ പശ്ചാത്തലവും അണിയറപ്രവർത്തകരുടെയും അഭിനേതാക്കളുടെയും ജീവിതരേഖയും വിശദമായി. ഈ ചിത്രം 2026 ജൂൺ 5-നാണ് ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. പ്രേമലു എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം നസ്ലിൻ സംഗീത കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു റിലീസിന് മുൻപ് ചിത്രത്തിന് ലഭിച്ച ഏറ്റവും വലിയ ജനപ്രീതി. തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകന് യാതൊരു മുൻവിധിയും ഉണ്ടാകാതിരിക്കാൻ ചിത്രത്തിന് പ്രീ റിലീസ് ട്രെയിലർ ഒന്നും തന്നെ റിലീസ് ചെയ്യാതിരുന്ന സംവിധായകന്റെ വേറിട്ട പ്രൊമോഷൻ സ്ട്രാറ്റജി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. സെൻട്രൽ പിക്ചേഴ്സും പി ഇന്റർനാഷണലും ചേർന്നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. ചിത്രത്തിലെ നായകന്റെ സ്വദേശം കുട്ടിക്കാനമായതുകൊണ്ട് ആദ്യ പകുതി കുട്ടിക്കാനത്തും വാഗമണ്ണിലുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മലനിരകളും തണുത്ത മൂടൽമഞ്ഞുള്ള അന്തരീക്ഷവും സിനിമയുടെ ആദ്യ പകുതിക്ക് മനോഹരമായ ദൃശ്യഭംഗി നൽകുന്നുണ്ട്. നായകൻ സിനിമ ചെയ്യാനായി എത്തുന്നതോടെ കഥ കൊച്ചിയിലേക്ക് മാറുകയും കാക്കനാട്, ഫോർട്ട് കൊച്ചി തുടങ്ങിയ ഭാഗങ്ങളിലെ യഥാർത്ഥ സിനിമാ സെറ്റുകളും PR ഓഫീസുകളും കഫേകളും സിനിമക്കായി ഉപയോഗിക്കുകയും ചെയ്തു. മലയാള സിനിമയിലെ മുൻനിര യുവതാരങ്ങളിൽ ഒരാളായ നസ്ലിൻ കെ. ഗഫൂർ 2000 ജൂൺ 11 എറണാകുളത്തെ കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നസ്ലിൻ പിന്നീട് കുരുതി, ഹോം, സൂപ്പർ ശരണ്യ, നെയ്മർ എന്നീ ചിത്രങ്ങളിലൂടെ സ്ഥാനമുറപ്പിച്ചു. ഗൗരവമുള്ളതും ഒപ്പം ഗ്രേ ഷെയ്ഡുള്ളതുമായ വിനീത് മാധവൻ എന്ന സങ്കീർണമായ കഥാപാത്രമായി നസ്ലിൻ ഇതിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെക്കുന്നു. എറണാകുളം ജില്ലയിലെ ആലുവ സ്വദേശിയായ ഷറഫുദ്ദീൻ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നേരം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാരംഗത്ത് എത്തുന്നത്. പ്രേമം എന്ന ചിത്രത്തിലെ ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം വരത്തൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെയും അഞ്ചാം പാതിര, പ്രിയൻ ഓട്ടത്തിലാണ് തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ റോളുകളിലൂടെയും തിളങ്ങി. സിനിമയുടെ കഥാഗതിയെ മാറ്റിമറിക്കുന്ന, സിനിമാ ലോകത്തെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സച്ചിൻ എന്ന ശക്തമായ സഹനായക വേഷമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. നടൻ എന്നതിലുപരി ഒരു എഡിറ്റർ കൂടിയായ സംഗീത് പ്രതാപ്, മല്ലു സിംഗ്, തല്ലുമാല പോലുള്ള വലിയ ചിത്രങ്ങളുടെ സ്പോട്ട് എഡിറ്ററായും അസിസ്റ്റന്റ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രേമലു എന്ന ചിത്രത്തിലെ അമൽ ഡേവിസ് എന്ന കഥാപാത്രമാണ് സംഗീതിനെ നടനെന്ന നിലയിൽ തരംഗമാക്കിയത്. നസ്ലിന്റെ സുഹൃത്തായ അർജുൻ ഹരിഹരൻ എന്ന വേഷത്തിൽ എത്തി തിയേറ്ററുകളിൽ വൺ ലൈനറുകളിലൂടെ ചിരി നിലനിർത്താൻ സംഗീതനായിട്ടുണ്ട്. ചെന്നൈയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ സംവിധായകനായ അഭിനവ് സുന്ദർ നായക്ക് തമിഴ് മലയാളം സിനിമകളിൽ എഡിറ്ററായാണ് കരിയർ ആരംഭിക്കുന്നത്. വിനീത് ശ്രീനിവാസനെ നായകനാക്കി ഒരുക്കിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറുന്നത്. തന്റെ രണ്ടാമത്തെ ചിത്രമായ മോളിവുഡ് ടൈംസി നെ സിനിമയോടുള്ള ഒരു ആടുത്ത ആക്ഷേപഹാസ്യമായാണ് അഭിനവ് ഒരുക്കിയിരിക്കുന്നത്. യുഎസിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ ഉന്നതപഠനം പൂർത്തിയാക്കിയ ജേക്സ് ബിജോയ് ധ്രുവങ്ങൾ 16 എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. ക്വീൻ, അയ്യപ്പനും കോശിയും, രണം, കടുവ, കിങ് ഓഫ് കൊത്ത എന്നീ ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതം ജേക്സിനെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച BGM സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളാക്കി മാറ്റി. സിനിമയുടെ ആക്ഷേപഹാസ്യ സ്വഭാവത്തിന് അനുയോജ്യമായ ട്രെൻഡി പാട്ടുകളും സ്കോറുമാണ് ചിത്രത്തിനായി ജേക്സ് ഒരുക്കിയിരിക്കുന്നത്. യുവ നിർമ്മാതാവായ ആഷിഖ് റീജൻ ലെറ്റ് യുസ്മാൻ തന്റെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഞ്ചാം പാതിര, ലവ്, തല്ലുമാല, ചാവേർ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച് പുതുമയുള്ള സിനിമകളെ പിന്തുണക്കുന്നു. സിനിമക്കുള്ളിലെ സിനിമ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ഡാർക്ക് കോമഡി സമീപനമാണ് മോളിവുഡ് ടൈംസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ പെയ്ഡ് റിവ്യൂസ്, സോഷ്യൽ മീഡിയ ഡീഗ്രേഡിംഗ്, PR ഗ്രൂപ്പുകളുടെ കളി, സിനിമക്കുള്ളിലെ ജാതി അധികാര രാഷ്ട്രീയങ്ങൾ എന്നിവയെ ഒട്ടും ഭയമില്ലാതെ ചിത്രം തുറന്നുകാട്ടുന്നു. നസ്ലിൻ തന്റെ പതിവ് ലൈറ്റ് ഹാർട്ടഡ് ട്രാക്കിൽ നിന്ന് മാറി റേഞ്ചുള്ള അഭിനയം കാഴ്ചവെച്ചപ്പോൾ ഷറഫുദ്ദീന്റെയും സംഗീതിന്റെയും പ്രകടനങ്ങൾ മികച്ച പിന്തുണ നൽകി. റിയൽ ലൈഫ് റെഫറൻസുകളുമായി എത്തിയ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിവരുടെ കാമിയോ വേഷങ്ങൾ തിയേറ്ററുകളിൽ വലിയ കയ്യടി നേടി. വ്യത്യസ്തമായ ആസ്പെക്ട് റേഷ്യോകളുടെ ഉപയോഗവും വേഗതയേറിയ എഡിറ്റിംഗും വിശ്വജിത്ത് ഒടുക്കത്തിലിന്റെ ക്യാമറ വർക്കുകളും ചിത്രത്തിന്റെ നിലവാരം ഉയർത്തുന്നു. ആദ്യ പകുതി വളരെ വേഗത്തിലും കൗതുകത്തോടെയും കഥ പറഞ്ഞുപോകുമ്പോൾ രണ്ടാം പകുതിയിൽ സിനിമാ രാഷ്ട്രീയവും ആത്മസാക്ഷാത്കാരവും കാണിക്കുന്ന ചില ഭാഗങ്ങൾ കഥയെ അല്പം ഇഴച്ചിലേക്ക് നയിക്കുന്നുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലേതുപോലെ ഉപയോഗിച്ച വോയിസ് ഓവറുകളും ആനിമേഷൻ രംഗങ്ങളും ചിലയിടങ്ങളിൽ ആവർത്തനവിരസത ഉണ്ടാക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു. മോളിവുഡ് ടൈംസ് ഒരു കൊമേഴ്സ്യൽ മസാല പടം പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് പൂർണ്ണമായി ദഹിച്ചെന്ന് വരില്ല. സിനിമയെ ഗൗരവമായി കാണുന്നവർക്കും ഇൻഡസ്ട്രിയുടെ കറുത്ത വശങ്ങളെയും സിനിമയോടുള്ള ഭ്രാന്തമായ പ്രണയത്തെയും പച്ചയായി കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു മികച്ച തിയേറ്റർ അനുഭവമായിരിക്കും. ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ രാമു സുനിൽ സമകാലിക സോഷ്യൽ മീഡിയ പ്രവണതകളെയും മലയാളികളുടെ സിനിമാ ആസ്വാദന ശൈലിയെയും കൃത്യമായി പഠിച്ചാണ് ഇതിലെ സംഭാഷണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന റിവ്യൂ ബോംബിംഗ് എന്ന പ്രതിഭാസത്തെ അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി സിനിമയിൽ അപഗ്രഥിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നും അത് വ്യക്തികളുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നുവെന്നും സിനിമ വ്യക്തമാക്കുന്നു. ഓരോ കഥാപാത്രത്തിന്റെയും മാനസികമായ വളർച്ചയും തകർച്ചയും വളരെ കൃത്യമായ ഇടവേളകളിൽ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. തിയേറ്ററുകളിൽ ഈ ചിത്രത്തിന് ലഭിച്ച ജനപ്രീതി അതിന്റെ റിയലിസ്റ്റിക് ആയ അവതരണ ശൈലിക്ക് ലഭിച്ച അംഗീകാരമാണ്. അഭിനവ് സുന്ദർ നായക് എന്ന സംവിധായകന്റെ ഭാവി പ്രൊജക്ടുകളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഈ സിനിമ. ഇതിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന്റെ വിഷ്വൽ മൂഡിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ചിത്രം എത്തിച്ചേരുമെന്നും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്നും ഉറപ്പാണ്.